പ്രിയമുള്ളവരെ നമസ്കാരം. ചേറ്റുവ അഴിമുഖം ചേറ്റുവ കായൽ പ്രദേശമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അഴിമുഖം എന്ന് പറഞ്ഞാൽ പുഴ ചെന്ന് കാട്ടിൽ ചേരുന്ന ഭാഗം. ചേറ്റുവയിൽ അത് കണ്ടൽക്കാടുകളുമൊക്കെ ആയിട്ട് വിശാലമായ ഒരു പ്രദേശമാണ്. ഈ കാണുന്ന ഇതങ്ങ് വടക്കോട്ട് നീണ്ടു പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചില തുരുത്തുകളുണ്ട്. ഈ നേരെ ഇപ്പോൾ കാണുന്നത് രാജ ഐലൻഡ് എന്ന പേരിലൊരു റിസോർട്ടാക്കി മാറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ ആയുർവേദ ചികിത്സ, ഉഴിച്ചിൽ പിഴിച്ചിൽ, ബോട്ടിങ് അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ചേരുന്ന പ്രധാന പുഴ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട പുഴയായ കരുവന്നൂർ പുഴയാണ്. പിന്നെ അതിലും വലുത് തൃശ്ശൂർ ജില്ലയിലുള്ളത് ചാലക്കുടി പുഴയാണ്. അത് കേരളത്തിലെ തന്നെ വലിപ്പത്തിൽ 5ാം സ്ഥാനത്തുള്ള പുഴയാണ്. കരുവന്നൂർ പുഴ കൂടാതെ പിന്നെ ഇതിലുള്ളത് നമ്മുടെ തൃശ്ശൂർ ടൗണിനടുത്ത് പ്രസിദ്ധവും അത്യാവശ്യം വിവാദം ഉണ്ടാക്കിയിട്ടുള്ള ശോഭ സിറ്റിയുടെ അടുത്തുകൂടെ ഒഴുകുന്ന പുഴയ്ക്കൽ തോട് എന്നും പുഴയ്ക്കൽ പുഴ എന്നും പറഞ്ഞു കാണുന്നുണ്ട്. ഇതിലേതാണ് കൃത്യമായിട്ട് ശരി എന്നെനിക്കറിയില്ല. അതാണ് പിന്നെ ഇതിൽ വന്നു ചേർന്ന ഒരു പ്രധാന ജലസ്രോതസ്. ഈ ചേറ്റുവ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. 1700-ൻ്റെ തുടക്കത്തിൽ ഡച്ചുകാർ ഇവിടെ ഒരു കോട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചില അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ ഇപ്പോഴും ഉണ്ട്. ഫോർട്ട് വില്യം എന്നായിരുന്നു അതിൻ്റെ പേര്. അത് പിന്നീട് ടിപ്പു കൈവശപ്പെടുത്തി. അതിനുശേഷം ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തി. ഇവിടെ ഒരു ബംഗാളിയാണ് ഈ വലയെറിഞ്ഞ് മീൻ പിടിക്കുന്നത്. ദേശീയപാത 544-ൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള പാലം പണി ഇവിടെ തിരുതകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഈ തൃശ്ശൂർ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട പാലമാണ് ഈ ഹൈവേയിൽ വരുന്ന ചേറ്റുവ പാലം. പണ്ട് ഇവിടെ ആദ്യമായിട്ട് പാലം ഉണ്ടാക്കിയപ്പോൾ അതിൽ കുറേ കാലം ടോൾ പിരിവൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ടോൾ എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ വളരെ അപൂർവമായിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഒരുപാട് ഫൈബർ വള്ളങ്ങളിൽ കക്കവാരൽ നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഈ ചേറ്റുവെന്ന് ഈ കായലിൻ്റെ തെക്ക് ഭാഗത്തു കൂടിയുള്ള റോഡ് പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ തന്നെ മുല്ലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ചെല്ലുക. അതിൻ്റെ ഇടയിൽ കരുവന്നൂർ പുഴയ്ക്ക് കുറുകെയുള്ള പുളിക്കക്കടവ് പാലം കടന്നിട്ടാണ് ഈ മുല്ലശ്ശേരിക്കുള്ള റോഡ് പോണത്. ഈ റോഡ് നിലവിൽ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞ് ഈ പണി കഴിയുമ്പോൾ ഇത് നമ്മുടെ ഈ പുതിയ മറ്റേത് റോഡുകളും പോലെ വളരെ മികച്ചൊരു റോഡായിട്ട് മാറും. ഈ കായലിൽ കൂടുതലായിട്ടുള്ളത് മീൻപിടുത്തം, കക്കവാരലുമാണ്. അതുകൂടാതെ പാലത്തിൻ്റെ അവിടെ നിന്ന് കുറേ കിഴക്കോട്ട് പോന്നു കഴിയുമ്പോൾ ഇവിടെ ഡ്രഡ്ജിങ് നടക്കുന്നുണ്ട്, മണൽ വാരൽ. അത് വലിയ ഡീസൽ പമ്പ് വെച്ചിട്ട് കായലിൻ്റെ അടിയിൽ നിന്ന് മണൽ ഈ കാണുന്ന പൈപ്പ് വഴി കരയിൽ കുളം പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് അടിച്ച് കയറ്റിയിട്ട് അതിനെ കഴുകിയെടുത്ത് കൺസ്ട്രക്ഷന് ആവശ്യമുള്ള മണൽ എടുക്കലാണ് ഈ നടക്കുന്നത്. അപ്പോൾ ചേറ്റുവ കായലിൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.